അങ്ങനെ ലഞ്ചിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് ജെംസ് ഗാലറിയിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഏട്ടൻ ഇത്രയും കാലം ഇവിടെ വന്നിട്ടും ഇങ്ങനെ ഒരു ജെംസ് ഗാലറി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വിക്കി നമ്മൾ മോർണിംഗിൽ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമല്ലോ പോകാനുള്ള ഡെസ്റ്റിനേഷനെ കുറിച്ചിട്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ജെംസ് ഗാലറിയിൽ നമുക്ക് പോകാനുണ്ട് എന്നുള്ളത് അറിയണത്. ഒറിജിനൽ ഡയമണ്ട് തന്നെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഡയമണ്ട് മാത്രമല്ല നമുക്ക് അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 15 മിനിറ്റ് ഏകദേശം 15 മിനിറ്റിൻ്റെ അടുത്തൊരു എന്താ പറയുക നമ്മൾ എങ്ങനെയാണ് ഈ ഡയമണ്ട് മാനുഫാക്ചർ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണുള്ളത് നമ്മളെ കൈ കിട്ടുന്നത്, അതൊക്കെ അവരവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ജെംസ് ഗാലറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടെ വന്നിട്ടുള്ള ചിലരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയമണ്ട് മാത്രമല്ലാണ്ട് നോർമൽ സ്റ്റോൺസ് ഒക്കെ അവിടുന്ന് കിട്ടും. നമുക്ക് നാട്ടിൽ വന്നിട്ട് ഗോൾഡിൽ വെച്ച് പണിക്കണമെങ്കിൽ അങ്ങനെ സ്റ്റോൺ മാത്രമായിട്ടൊക്കെ കിട്ടും. ഞാൻ ഈ കയ്യിലെടുത്തിട്ടുള്ള കമ്മലിനൊക്കെ 750 ബാത്താണ്, നാട്ടിലുള്ള 2250 രൂപ. അത് കൂടാണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഇല്ല നമ്മുടെ മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള, അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു അവിടെ. കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ട് ഒറിജിനൽ ആണെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കാണ്. നല്ല രസമുണ്ട് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്, ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ നമുക്ക് സ്ലീവ്ലെസ്സും കാര്യമൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഇട്ട് പോകുന്ന സമയത്ത് അവരൊരു ഷോള് പോലെ തരും. നമ്മൾ ഏകദേശം ഒരു 3:30-4 മണി ആ ടൈമിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ തായ്ലൻഡ് ട്രിപ്പിൽ ആദ്യത്തെ ടെമ്പിളാട്ടോ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതിൽ നമ്മൾ ആ വെള്ളം ഇങ്ങനെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഒഴിക്കാനാട്ടോ പറയുന്നത്. വിക്കി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ അങ്ങനെ ചെയ്യണം. നല്ല ഭംഗി ഉണ്ടായിരുന്നു. നമ്മൾ ആ വൈകുന്നേരം സമയത്താണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ബുദ്ധ ആ ഒരു സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട്. മിക്കി സംസാരിക്കുന്നത് എങ്ങനെയുണ്ട്, നല്ല രസമായിട്ട് ആളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. ആളെ കാണുന്ന പോലെ തന്നെ നല്ല ക്യൂട്ടാണ് സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടും. അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു കോയിൻ എറിയാനുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളുടെ ഈ ഒരു റൗണ്ടിൽ നമ്മളിങ്ങനെ കോയിൻ വെക്കും. അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കോയിൻ വെക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് കണ്ട ഒരു ചെറിയ ഇങ്ങനെ റൗണ്ട് കാര്യങ്ങളില്ലേ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ നമ്മൾ കോയിൻ വെക്കുമ്പോൾ ചിലർ നിൽക്കും, കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പ്രാർത്ഥിച്ച കാര്യം നടക്കും കേട്ടോ പറയുന്നത്. അങ്ങനെ എല്ലാവരോടും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞേ. അങ്ങനെ ഇന്നത്തെ പട്ടായ വിശേഷങ്ങൾ എത്രയേ ഉള്ളേ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം.